Hi everyone, this is Ebensay from Erika. ഔട്ട്ഡോർ പഠിക്കാന്ന് വെച്ചു ആർക്കാണ് ഒരു ചേഞ്ച് ഇഷ്ടമാകാത്തത്? കുറച്ച് ഓവറായാലേ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും ഏത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ആപ്പിളിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഫീച്ചറായ ഡൈനാമിക് ഐലൻഡിനെ പറ്റിയാണ്. ഐഫോണിൽ വന്ന ഡൈനാമിക് ഐലൻഡ് അല്ല, ആപ്പിളിന് കൊണ്ടുവരാൻ പോകുന്ന പ്രൊഡക്റ്റിൽ വരാൻ പോകുന്ന ഡൈനാമിക് ഐലൻഡിനെ പറ്റി. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സിനും വെച്ചും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഡിവൈസിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഡൈനാമിക് ഐലൻഡിൻ്റെ ഒരു പുതിയ ഹോൾ വേൾഡ് അല്ലെങ്കിൽ പുതിയ എറ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റിൽ വരാൻ പോകുന്ന ഏതൊക്കെ പ്രൊഡക്റ്റിലായിരിക്കും ഈ ഒരു ഡൈനാമിക് ഐലൻഡ് കൊണ്ടുവരാൻ പോകുന്നത്? മാക്ബുക്ക് ലൈനപ്പിലും അതേപോലെ ഐപാഡ് ലൈനപ്പിലായിരിക്കും നമുക്ക് ഈ പറയുന്ന ഡൈനാമിക് ഐലൻഡ് ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മാക്ബുക്ക് എയറിലും ഐപാഡ് എയറിലും ആയിരിക്കില്ല, മിക്കവാറും അത് പ്രോ സീരീസിൽ മാത്രമായിരിക്കും ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നത്. നമ്മുടെ ഐഫോൺ 14ൻ്റെ കേസിൽ നമുക്കറിയാം 14ഉം 14 മാക്സും നമുക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ 14 പ്ലസും നമുക്ക് ഈ പറയുന്ന ഡൈനാമിക് ഐലൻഡൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ആ നോർമൽ നോച്ച് കട്ടൗട്ടാണ് ഉണ്ടായത്. പക്ഷേ പ്രോ സീരീസിൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഡൈനാമിക് ഐലൻഡ് ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതേപോലെ തന്നെ മാക്ബുക്ക് പ്രോയിലും ഐപാഡ് പ്രോയിലും ആയിരിക്കും ഡൈനാമിക് ഐലൻഡ് ആദ്യം ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡൈനാമിക് ഐലൻഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് എന്താണ് ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ആപ്പിൾ പ്രൊഡക്റ്റ് എവിടെ നിന്നാലും റെക്കഗ്നൈസ്ഡബിൾ ആവും. കാരണം നമ്മൾ 2015 2017 വരെ നമുക്ക് ഈ പറയുന്ന മാക്ബുക്കിൻ്റെ ബാക്കിൽ ലോഗോ ഗ്ലോ ചെയ്യുള്ളൂ. ഈ ഒരു കാര്യം ആപ്പിൾ എടുത്തു മാറ്റി. പല റീസൺസും ഉണ്ട് ആപ്പിൾ ആ ഒരു ലോഗോ എടുത്തു മാറ്റി. ആ ലോഗോ എടുത്തു മാറ്റിയപ്പോഴത്തേക്കും ആപ്പിളിൻ്റെ ലോഗോ കത്താത്തതുകൊണ്ട് മാക്ബുക്ക് നമുക്ക് പബ്ലിക് വെച്ച് കണ്ടാൽ എന്താ മനസ്സിലാവില്ല? എന്തായാലും മനസ്സിലാവും. അതേപോലെ നോച്ച് കണ്ട ആപ്പിൾ ഐഫോൺ മനസ്സിലാവില്ല, എന്തായാലും മനസ്സിലാവും. ഇപ്പോൾ ഇറങ്ങി ഈ ഒരു ഡൈനാമിക് ഐലൻഡ് കണ്ട ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് ഒന്നും മനസ്സിലാവും. ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ആ ഒരു ലോഗോ കണ്ടില്ലെങ്കിൽ പോലും ആപ്പിൾ പ്രോഡക്റ്റ് ഇപ്പോൾ റെക്കഗ്നൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ആപ്പിൾ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു ഡൈനാമിക് ഐലൻഡ് കൂടെ കൊണ്ടുവന്ന് ഈ ഒരു ആപ്പിൾ പ്രോഡക്റ്റും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ആപ്പിളിൻ്റെ ബാക്കിലുള്ള ലോഗോ കണ്ടില്ലെങ്കിൽ പോലും ആപ്പിളിൻ്റെ ആ ഒരു കട്ടൗട്ടും ആ ഒരു ഡിസ്പ്ലേയും ആ ഒരു ഡിസൈനും കാണുമ്പോൾ തന്നെ ആപ്പിൾ പ്രോഡക്റ്റ് നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയാണ് ആപ്പിൾ ഇപ്പോൾ അങ്ങനത്തെ കുറേ സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂറ്റി ആപ്പിളിൻ്റെ ഓരോ പ്രോഡക്റ്റിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്നത് പക്ക ഒരു ഹാർഡ്വെയർ ബേസ്ഡ് ആയ ഒരു പരിപാടിയല്ല, ഒരു 90% ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയ ഒരു പരിപാടിയാണ് ഈ പറയുന്ന ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഡൈനാമിക് ഐലൻഡ് നമ്മുടെ മാക്ബുക്കിലൊക്കെ വരികയാണെങ്കിൽ, മാക്ബുക്ക് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, മാക്ബുക്കിൻ്റെ സൈഡിലായിട്ട് ഗോ, ഫൈൻഡർ, അതേപോലെ കുറേ കാര്യങ്ങളുണ്ടാവും. അതേപോലെ ഓരോ ആപ്ലിക്കേഷൻസ് എടുക്കുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻസ് അനുസരിച്ച് ഈ പറഞ്ഞ പൊക്കത്തുള്ള ആ ഒരു പേരുകൾ മാറുകയും ചെയ്യും. അപ്പോൾ ഡൈനാമിക് ഐലൻഡ് വരികയാണെങ്കിൽ ഈ പറയുന്ന ഡൈനാമിക് ഐലൻഡിലേക്ക് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും മാറുകയും കുറച്ചുകൂടെ ഇൻട്രാക്റ്റീവായിട്ട് നമ്മൾ ഈ ഒരു മാക്ബുക്ക് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന മാക്ബുക്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാത്രം ഈ ഒരു കട്ടൗട്ട് വലുതാവുകയും അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഈ ഒരു കട്ടൗട്ട് കുറയുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ഈ പറയുന്ന 2022 ഇറങ്ങിയ M2യുടെ മാക്ബുക്ക് എയറിലും അതേപോലെ 14 16 മാക്ബുക്ക് പ്രോയിലും വന്ന ആ ഒരു വലിയ നോച്ച് കട്ടൗട്ട് പോലെ അത്രയും വൃത്തികേടായിരിക്കില്ല. വൃത്തികേടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു ക്യാമറയ്ക്ക് വേണ്ടിയാണ് ആപ്പിൾ അത്രയുമില്ല ആ ഒരു നോച്ച് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. നമുക്ക് മനസ്സിലാവും ആപ്പിളിൻ്റെ ഐഫോണിൻ്റെ ആ ഒരു നോച്ച് മാക്ബുക്കിലേക്ക് എടുത്തു വെച്ചു. കാരണം എന്താ, ആ ഒരു നോച്ച് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു ഡിവൈസ് മാക്ബുക്കാണ്. അതേപോലെ തന്നെ ആയിരിക്കും ഇന്ന് ഡൈനാമിക് ഐലൻഡ് ആപ്പിൾ കൊണ്ടുവരുമ്പോൾ. അപ്പോൾ ഈ ഒരു ഡൈനാമിക് ഐലൻഡ് മാക്ബുക്കിലേക്ക് വന്നാൽ ഈ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവായിട്ട് നമ്മുടെ മാക്ബുക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഐപാഡ് പ്രോയിലും അതേപോലെ ആയിരിക്കും. ഐപാഡ് പ്രോയിലും നമുക്ക് ഈ പറയുന്ന ഡൈനാമിക് ഐലൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് കുറേ അധികമായിട്ടുള്ള ഇൻട്രാക്റ്റീവ്, അതായത് യൂസർ എക്സ്പീരിയൻസ് നമുക്ക് മാറ്റാനായിട്ട് ഈ ഒറ്റ ഒരു ഫീച്ചറിൽ കൂടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
അത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സും ഈ ഒരു ഡൈനാമിക് ഐലൻഡ് ബേസ്ഡ് ആയുള്ള ആപ്ലിക്കേഷൻസിൻ്റെ അപ്ഡേഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ പ്രൊഡക്റ്റിനെ കുറച്ചും കൂടെ യുണീക്കാക്കാനും അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആക്കാനുമുള്ള ആ ഒരു ആപ്പിളിൻ്റെ ഫീച്ചറാണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞേക്കാം, ആപ്പിൾ എന്തായാലും ഒരു 3-4 കൊല്ലത്തേക്ക് ഈ പറഞ്ഞ ഡൈനാമിക് ഐലൻഡ് റിഫൈൻ ചെയ്ത് നടക്കുകയുള്ളൂ. വേറെ ഒരു പുതിയ ഫീച്ചറും ആപ്പിൾ മിക്കവാറും കൊണ്ടുവരാനുള്ള ചാൻസ് ഇല്ല. കാരണം നമുക്ക് എപ്പോഴും അറിയാം iPhone 10 ഇറങ്ങി, 11, 12, 13, 14 ഈ പറഞ്ഞ ഡിവൈസുകൾക്കെല്ലാം നോച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ 14 നോച്ച് ഇല്ലല്ലോ എന്നാണ്. 14 നോച്ച് ഉണ്ട്, 14 പ്രോയിലാണ് നമുക്ക് നോച്ച് ഇല്ലാത്തത്, അതായത് ഡൈനാമിക് ഐലൻഡ് കൊണ്ടുവന്നത്. അപ്പോൾ വലിയ ചേഞ്ച് പെട്ടെന്നൊന്നും നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ പ്രൊഡക്റ്റിൽ വരാൻ ചാൻസ് ഇല്ല. ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഫീച്ചർ ആപ്പിൾ മാക്സിമം പൊട്ടൻഷ്യലായിട്ട് യൂസ് ചെയ്ത് എല്ലാ ഡിവൈസിലേക്കും ആ ഒരു കണ്ടിന്യൂറ്റിയൊക്കെ കൊണ്ടുവന്നിട്ടായിരിക്കും ഇനി ഒരു ഡിസൈൻ ചേഞ്ച്, വലിയൊരു ബിഗ് ഡിസൈൻ ചേഞ്ചൊക്കെ ആപ്പിൾ കൊണ്ടുവരാനുള്ള ചാൻസ് ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പുതിയ ലീക്സ് ആൻഡ് റൂമേഴ്സ് എന്നാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഒന്നും കൂടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതല്ല നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും ലീക്സും റൂമേഴ്സും അറിയെങ്കിൽ നമ്മുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഹോൾ വീഡിയോ. ദിസ് ഈസ് യുവർ വിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.